സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയെ പെണ്ണ് കാണാൻ വന്ന പയ്യനും അയാളുടെ അച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ ദേവനും യശോദയൊക്കെ. അങ്ങനെ പയ്യനെ കാനഡയിലെ ജോലി എന്നൊക്കെ പറയുവാണ്. ഇതേസമയം അകത്ത് യശോദ രാധിക ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാധികയ്ക്ക് ഇപ്പോഴും കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. രാധിക ചോദിക്കണേ, അമ്മേ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? മുത്തശ്ശിനോട് വേഗം തന്നെ കുളിച്ചൊരുങ്ങി റെഡിയാകാൻ പറയുന്നു. അമ്മതായി പെണ്ണെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? വീട്ടിൽ തന്നെ നിൽക്കാനാണെങ്കിൽ എന്തിനാ ഇങ്ങനെ ഒരുങ്ങുന്നത്? ഈ സമയം ഇതും കേട്ട് റൂമിലേക്ക് വരുന്ന മുത്തശ്ശി പറയണേ, അതെന്താ ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ? അവിടെ പുറത്ത് 2-3 ആൾക്കാർ വന്നിട്ടുണ്ട്. ദേവൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർ വന്നിരിക്കുന്നതേ നിന്നെ പെണ്ണ് കാണാനാ. അതുകൊണ്ട് എത്ര പെട്ടെന്ന് റെഡിയായി അവരുടെ മുമ്പിലേക്ക് പോയി നിൽക്കും. അതേക്കുന്നതും രാധിക ഒന്ന് ഷോക്കാകുവാണ്. എന്ത്, പെണ്ണ് കാണാനോ? അതെ, എന്താ നീ കേട്ടിട്ടില്ല? എവിടെന്നാ കളഞ്ഞു കിട്ടിയത് നിന്നെ? ഇത്ര നാളൊക്കെ ഞങ്ങൾ വളർത്തി വലുതാക്കി. ഇനി നിന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കല്യാണം കഴിപ്പിച്ചൊന്ന് വിടണം, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ. അന്നേരം രാധികയ്ക്ക് ദേഷ്യം വരിക. രാധിക പറയണേ, ഇല്ല എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, ഞാൻ ആരുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുകയില്ല. അതേക്കുന്നത് മുത്തശ്ശിക്കൊന്ന് ദേഷ്യം വരിക. അവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ദേവനാണ്. നീ അവരുടെ മുമ്പിലേക്ക് വന്നില്ലെങ്കിൽ അപമാനിക്കപ്പെടാൻ പോകുന്നത് നിന്റെ അച്ഛനെന്ന് പറഞ്ഞ് നീ ഇത്ര നാൾ വിളിച്ചുകൊണ്ട് നടന്ന അവൻ തന്നെയായിരിക്കും. തെരുവി കിടന്ന് പണ്ടൊക്കെ നരകിച്ചു പോയേണ്ട നിന്നെ വളർത്തി വലുതാക്കി ഇത്രമാക്കിയ നിന്റെ അച്ഛനോട് ഇങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ ശരി, പിന്നെ നിന്നോട് ഒന്നും പറയാനായിട്ട് ഞാനില്ല. നീ അവരുടെ മുമ്പിലേക്ക് വരാതിരുന്നാൽ അപമാന ഭാരത്താൽ ദേവൻ നെഞ്ചു പൊട്ടി മരിക്കും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ തന്നെ തീരുമാനിച്ച് ചെയ് എന്നും പറഞ്ഞ മുത്തശ്ശി ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ ആകെ സങ്കടത്തിൽ യശോദയെ നോക്കിയിട്ട് പറയണേ, ഞാൻ അത്രക്ക് ഭാരമായി തോന്നിയല്ലേ, അതുകൊണ്ടാണല്ലേ എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നത്. ഇതിലും ഭേദം എന്നെ അങ്ങ് കൊന്നു കളഞ്ഞുവിടായിരുന്നു. കുഞ്ഞായി കിട്ടിയ എന്നെ എന്തിനാ ഇങ്ങനെ എടുത്ത് വളർത്തിയത് എന്നും പറഞ്ഞ രാധിക ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം യശോദ പറയണേ, മോളെ അച്ഛൻ നിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നീ വരാതിരുന്ന അച്ഛനത് വിഷമമാകും. അന്നേരം രാധിക പറയണേ, ഞാൻ കാരണം ഇനി ആരും അപമാനിക്കപ്പെടണ്ട, ഞാൻ വന്നോളാം. ഈ സമയം ദേവനാണെങ്കിൽ രാധിക അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് കിട്ടിയെന്നും എന്നാലും തൻ്റെ സ്വന്തം മോളെ പോലെ നോക്കിയതെന്നുള്ള കാര്യമൊക്കെ മുഴുവൻ വിശദീകരിക്കുകയാണ് കേട്ടോ. ഇതൊന്നും മുത്തശ്ശിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം ഇതെല്ലാം കേട്ടിട്ടും അവർക്കൊക്കെ അതൊക്കെ ഓക്കെയാണ്. ആ ചെക്കൻ പറയുക, ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കളെ തന്നെ വളർത്താതെ പോകുവാണ് ആൾക്കാർ. അങ്ങനെയുള്ളപ്പോൾ ഇതുപോലൊരു നല്ല കാര്യമല്ലേ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? അത് തുറന്നു പറയാനുള്ള മനസ്സും കാണിച്ചല്ലോ. ഞങ്ങൾക്ക് കുട്ടി നന്നായാൽ മാത്രം മതി, മറ്റൊരു കണ്ടീഷനും ഇല്ല. അതേക്കുമ്പോൾ ദേവൻ ഒത്തിരി സന്തോഷമാകുവാണ്. ഈ സമയം മുത്തശ്ശി യശോദനെ വിളിക്കുവാണ് കേട്ടോ. അന്നേരം യശോദ രാധികയും കൂട്ടി അവിടെ എത്തുവാണ്. അതിനുശേഷം അച്ഛൻ രാധികയോട് അവർക്കൊക്കെ ചായ കൊടുക്കാൻ പറയുവാണ്. ഈ സമയം രാധിക അവർക്കെല്ലാവർക്കും ചായയൊക്കെ കൊടുക്കുവാണ്. ഈ സമയം പയ്യൻ്റെ അച്ഛൻ പറയുക, കുട്ടിയെ ഞങ്ങൾക്കിഷ്ടമായി. പിന്നെ വിവാഹം കഴിഞ്ഞാൽ ചുറ്റും അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഇവനും എൻ്റെ ഭാര്യയും തിരികെ കാനഡയിലേക്ക് പോകും. അതേക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുവാണ്. ദേവൻ ചോദിക്കണേ, കാനഡയിലേക്കോ? ആ സമയം ബ്രോക്കർ പറയണേ, അതെ, കാർത്തിക്കിൻ്റെ ഭാര്യയും കാനഡയിലാണല്ലോ ബിസിനസ് ചെയ്യുന്നത്. കാർത്തിക്കിൻ്റെ ഭാര്യ ബിസിനസ്സൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് പോയേ പറ്റുള്ളൂ. അന്നേരം യശോദ ചോദിക്കണേ, അല്ല ഈ കല്യാണം ആലോചിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ സമയം കാർത്തിക് പറയണേ, എൻ്റെ അമ്മ മരിച്ചിട്ട് 5 വർഷമായി. അച്ഛനൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കല്യാണം ആലോചിച്ചത്. അതേക്കുന്നതും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകുവാണ് കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ പ്ലാനൊക്കെ പൊളിഞ്ഞതിൻ്റെ സങ്കടത്തിൽ നിൽക്കുമായിരിക്കും. ഈ സമയം ബ്രോക്കർ പറയണേ, അല്ല സുഭദ്രാമ്മ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായില്ലേ? എല്ലാ കാര്യങ്ങളും സുഭദ്രാമ്മയോട് പറഞ്ഞതായിരുന്നല്ലോ. ആ സമയം ദേവൻ പറയുവാണ്, അമ്മേ എന്തൊക്കെയാ ഇത്? അന്നേരം മുത്തശ്ശിയാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ പറയുക, എടാ സുഭദ്ര എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്താണെങ്കിലും ശരി, ഇവർ വന്നതല്ലേ, നമുക്ക് ഈ വിവാഹം അങ്ങ് നടത്താം. ആ സമയം ദേവൻ പറയുക, അതെ ക്ഷമിക്കണം, ചെറിയൊരു തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ട്. എൻ്റെ മകളെ ഇത്തരം പ്രായ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ട ഗതികേണ്ടൊന്നും തൽക്കാലം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഈ വിവാഹം നടക്കില്ല. അന്നേരം പയ്യൻ്റെ അച്ഛൻ പറയുക, എടോ എന്താടോ ഇത്, താനല്ലേ പറഞ്ഞത് അനാഥയായ പെൺകുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ, എന്നിട്ടിപ്പോൾ വിളിച്ചു വരുത്തി ഞങ്ങളെ അപമാനിക്കുവാണോ എന്നൊക്കെ ചോദിച്ച് ബ്രോക്കറിനോട് ദേഷ്യപ്പെടുവാണ് കേട്ടോ. ഈ സമയം കാർത്തിക് പറയണേ, ശരി, നിങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളാണ്. എൻ്റെ അച്ഛന് ഒരു കുട്ടി വേണം. അതിന് ഈ കുട്ടിയെ കൊണ്ട് പറ്റില്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയെ ഞങ്ങൾ നോക്കും. വാച്ച നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം ബ്രോക്കറും പോകാൻ പോകുമായിരിക്കും കേട്ടോ. അന്നേരം ദേവൻ അയാളെ പിടിച്ച് നിർത്തുക. അതെ, താണെന്ന് നിന്നെ ഒരു പയ്യനെയും കുട്ടി താൻ ഒരു വീട്ടിലേക്ക് വരുമ്പോണ്ടല്ലോ, ആ വീട്ടിലുള്ളവരുടെയൊക്കെ ഒരു സ്വപ്നത്തിന് വേണ്ടി ജീവൻ നൽകാനായിരിക്കും ആ ഒരു നിമിഷം സഹായിക്കുന്നത്. എന്നാൽ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവരുടെ എല്ലാവരുടെ സ്വപ്നങ്ങൾ തകർന്നു പോവുകയും ചെയ്യുന്നത്. ഇനിയെങ്കിലും ഇത്തരം ചതി ആരോടും ചെയ്യാതിരിക്കാം. അങ്ങനെ അയാൾ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ദേവൻ രാധികയെ നോക്കിക്കൊണ്ട് സങ്കടത്തോടെ പറയുക, മോളെ ഇതൊന്നും അച്ഛൻ അറിഞ്ഞില്ല.
അമ്മേ, ഇനി അമ്മ രാധികയുടെ വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിച്ചു പോകരുത്. അമ്മ ഇനി അതിനായിട്ട് ഒന്നും ചെയ്യണ്ട. എൻ്റെ മോളെ അത്രയും പ്രായമായ ഒരാൾക്ക് പിടിച്ചു കെട്ടിച്ചു കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. അവൾക്ക് വേണ്ടി പയ്യനെ ആലോചിച്ച് അമ്മ ഇനി വിഷമിക്കുകയും വേണ്ട. അവൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ല പയ്യനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അത് കേട്ട് മുത്തശ്ശി ദേഷ്യത്തിലകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം രാധിക കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോകുവാണ്. അന്നേരം യശോദ പറയണേ, എന്നാലും എന്തൊരു വലിയ ചതിയെ ചെയ്തത്. ഞാനിനി എങ്ങനെ രാധികമ്മയുടെ മുഖത്ത് നോക്കും എന്ന് പറഞ്ഞ് യശോദയുമാകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം രാധിക നേരെ പൂജാമുറിയിൽ പോയി ഭഗവാന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ ദേവനും യശോദയും കൂടി പൂജാമുറിയിലേക്ക് ചെല്ലുക. എന്നിട്ട് രാധികയെ വിളിക്കുവാണ് കേട്ടോ. ഈ സമയം രാധിക സങ്കടപ്പെട്ട് അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുക. അന്നേരം ദേവൻ രാധികയെ ആശ്വസിപ്പിക്കുക. രാധികയുടെ മാപ്പപേക്ഷിക്കുന്നൊക്കെയുണ്ട്. മോളെ അച്ഛനോട് ക്ഷമിക്കണം. അച്ഛൻ്റെ ഭാഗത്തു നിന്നും തെറ്റുപറ്റിപ്പോയി. പക്ഷേ അച്ഛൻ അറിഞ്ഞുകൊണ്ടല്ല ഇതൊക്കെ ചെയ്തത്. അറിയാം അച്ഛൻ, മോള് വിഷമിക്കേണ്ട. മോൾക്ക് ഏറ്റവും ചേരുന്ന നല്ലൊരാളെ തന്നെ അച്ഛൻ കണ്ടുപിടിക്കും. ഇയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് മോള് പറയുമ്പോൾ മാത്രമേ മോളുടെ വിവാഹം ഞാൻ നടത്തൂ. എന്താ അതുപോലെ? ഈ സമയം രാധിക അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അങ്ങനെ ദേവൻ രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലം വീടാണ്. അവിടെ പത്മിനി ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്താണ് കൽപ്പന അടുക്കളയിലേക്ക് വരുന്നത്. അന്നേരം കൽപ്പനയോട് പത്മിനി പറയണേ, മോളെ ഈ ചായ അച്ഛനൊന്നും കൊണ്ടേ കൊടുക്കുമോ? അതേക്കുന്നതും കൽപ്പന ചോദിക്കുക, അല്ല അമ്മയുടെ ഇളയമരുമകൾ എന്തേ? കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസമൊക്കെ അടുക്കളയിൽ വന്ന് ഭയങ്കര പ്രകടനമായിരുന്നല്ലോ. ഇപ്പം എന്തു പറ്റി? അവളായിരുന്നല്ലോ കുറച്ച് ദിവസമായിട്ട് അച്ഛന് ചായയൊക്കെ കൊടുക്കുന്നത്. അന്നേരം പത്മിനി പറയണേ, ആ കുട്ടി ചിലപ്പോൾ ഇന്നലെ കിടക്കാനായിട്ട് വൈകി കാണും. അത് കാരണം എണീക്കാൻ പറ്റി കാണില്ല. അത് കേട്ട് ചിരിച്ചുകൊണ്ട് കൽപ്പന പറയണേ, എൻ്റെ അമ്മേ, അന്ന് അവൾ അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാ ഇതൊക്കെ ആദ്യത്തെ കുറച്ച് ദിവസമേ ഉണ്ടാകുകയുള്ളെന്ന്. അത് കഴിയുമ്പോൾ ഒന്നും കാണില്ലെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞപ്പോൾ അമ്മ വിശ്വസിച്ചില്ലല്ലോ. ഈ സമയം വരുന്ന അടുക്കളയിലേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ? അന്നേരം പത്മിനി പറയണേ, പ്രിയങ്ക മോള് ഇതുവരെ അടുക്കള കയറിയില്ലല്ലോ. അതിനെക്കുറിച്ചാണ് കൽപ്പന പറയുന്നത്. കൽപ്പനയോട് ഞാനെന്ന് അച്ഛന് ചായ കൊടുക്കാൻ പറഞ്ഞു. അതിനാ ഈ പുകിലൊക്കെ? ഈ സമയം കൽപ്പന പറയുക, അല്ല വരുൺ, പ്രിയങ്ക ഇതുവരെ എണീറ്റില്ലേ? ഇല്ല. ഓ, എങ്ങനെ എണീക്കും? ഇന്നലെ നിങ്ങൾ രണ്ടാളും വഴക്കിട്ടായിരിക്കുമല്ലേ കിടന്നത്? അതെ, ഞങ്ങൾക്കിടയിൽ വഴക്കൊന്നുമില്ല. ശരി, വന്നു കയറിയ കുറച്ച് ദിവസം നിന്റെ ഭാര്യ വല്ലാത്ത ഷോ ഓഫായിരുന്നു. ദേവനാരായണൻ തിരുമേനിയുടെ മകളെ കണ്ട് പഠിക്കണം എന്തൊക്കെയായിരുന്നു അമ്മ എന്നെ പറഞ്ഞത്. ഇപ്പം അവളുടെ പൊടി പോലും ഇങ്ങോട്ടേക്ക് കാണുന്നില്ല. ഇപ്പോൾ ഇന്ന് എന്നോട് അച്ഛനെ ചായ കൊടുക്കാൻ പറഞ്ഞു. ഇനി നാളെ ആവുമ്പോൾ പ്രിയങ്ക മോൾ ഉറങ്ങുമല്ലേ, അവളെ വിളിച്ചുണീപ്പിച്ച് ചായ കൊടുക്കാൻ പറയും. എനിക്ക് വഴിയ ഇവിടുത്തെ വേലക്കാരി ആവാനായിട്ട്. എന്നെ അങ്ങനെ ആക്കാൻ എല്ലാവർക്കും എളുപ്പമുള്ളൂ. എന്നെ എല്ലാവരും കൂടി തഴഞ്ഞിട്ടിരിക്കുകയല്ലേ. പക്ഷേ ഈ കൽപ്പനയെ അതിന് കിട്ടില്ല എന്നും പറഞ്ഞ് കൽപ്പന അവിടെ നിന്നും പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം വരുൺ പറയണേ, ഇപ്പം എന്താ പ്രശ്നം? പ്രിയങ്ക ഇവിടെ എത്തണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അതേക്കുമ്പോൾ കൽപ്പന പറയണേ, ചെല്ല് നീ പോയി വിളിച്ചിട്ട് വാ. അങ്ങനെ വരുൺ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അന്നേരം കൽപ്പന പറയണേ, വരുൺ വിളിച്ചു കഴിഞ്ഞാൽ അവൾ വരാനൊന്നും പോകുന്നില്ല. രണ്ടും കൂടി വീണ്ടും വഴക്കിടും. അതേക്കുമ്പോൾ പത്മിനി പറയണേ, എൻ്റെ കൽപ്പനെ രാവിലെ തന്നെ ഇങ്ങനെ ദൂഷ്യം പറയണോ? പിന്നീട് കാണിക്കുന്നത് റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രിയങ്കേനെ ആയിരിക്കും കേട്ടോ. ഈ സമയം വരുൺ ചെന്ന പ്രിയങ്കയെ വിളിക്കുവാണ്. അന്നേരം പ്രിയങ്ക ചോദിക്കണേ, എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ആ സമയം വരുൺ പറയണേ, തന്നെ അവിടെ അടുക്കളയിൽ കാണാത്ത കാരണം ഏട്ടത്തോടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരൊന്ന് ബോധിപ്പിക്കാനായിട്ടെങ്കിലും ഒന്ന് അടുക്കളയിലേക്ക് ചെല്ലും. അതേക്കുന്നത് പ്രിയങ്ക പറയണേ, അതെ, നമ്മൾ തമ്മിലുള്ള ഈ ജീവിതം തന്നെ വെറും ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിലാണ്. ഞാനേ നിങ്ങളുടെ വേലക്കാരിയൊന്നുമല്ല, നിങ്ങൾ പറയുന്നില്ല ജോലി ചെയ്യാനായിട്ട്. അടുക്കളയിൽ ചൂടും പൊടിയൊക്കെ കൊണ്ടുകഴിഞ്ഞാലേ എൻ്റെ ഗ്ലാമർ പോകും. എനിക്ക് വലിയൊരു സിനിമാ നടി ആവാനുള്ളതാണ്. അപ്പോൾ എൻ്റെ ഗ്ലാമർ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ? അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ പ്രിയങ്കൻ്റെ ഫോണിലേക്ക് അച്ഛൻ വിളിക്കുന്നത്. അങ്ങനെ പ്രിയങ്ക കോൾ എടുക്കുക. ഹലോ അച്ഛാ. മോളെ വരാൻ അടുത്തുണ്ടോ? ആ ഉണ്ടല്ലോ. എന്നാൽ മോള് ഫോണൊന്ന് സ്പീക്കറിലിടുമോ? എനിക്ക് വരുൺ മോനോട് കൂടി ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അതിലെന്താ? അച്ഛന് നമ്മളോട് രണ്ടാളോട്ട് എന്ത് പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ സ്പീക്കറിൽ ഇടുവാണ് കേട്ടോ. ഈ സമയം തിരുവേനി പറയണേ, മോനെ, ഇവിടെ രാധിക മോൾക്ക് ഞാൻ വിവാഹം ആലോചിക്കുന്നുണ്ട്. ഇന്ന് മോളെ കാണാനായിട്ട് ഒരു കൂട്ടർ വന്നിരുന്നു. അത് കേൾക്കുന്നതും വരനങ്ങ് ഞെട്ടിപ്പോകുവാണ്. വരൻ്റെ മുഖത്തെ മാറ്റമൊക്കെ പ്രിയങ്ക ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം ദേവൻ പറയുക, പക്ഷേ അതിൽ ചെറിയൊരു ചതിവ് പറ്റി. പയ്യൻ്റെ അച്ഛന് വേണ്ടിയിട്ടായിരുന്നു അവർ പെണ്ണിനെ അന്വേഷിച്ചത്. അത് കേട്ട് വരൻ വീണ്ടും ഞെട്ടുവാണ്. ഈ സമയം പ്രിയങ്ക ചോദിക്കണേ, എന്നിട്ട് എന്ത് തീരുമാനിച്ചു? വിവാഹം നടത്താൻ തീരുമാനിച്ചോ? ഏയ്, അതെങ്ങനെ നടത്താനാ? അപ്പം തന്നെ അവരോട് വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞു വിട്ടു. ഇപ്പോൾ മോൾക്ക് വേണ്ടി മറ്റൊരു പയ്യനെ നോക്കിക്കൊണ്ടിരിക്കുക. വരുൺ മോൻ്റെ പരിചയത്തിൽ നല്ല വല്ല പയ്യന്മാരുണ്ടെങ്കിൽ മോനൊന്ന് പറയണം. മോൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ മോനെ, മോൻ അന്വേഷിക്കില്ലേ? അന്വേഷിക്കാച്ചാ. പിന്നെ മോന് സുഖമല്ലേ? സുഖമാണ്. എന്നാൽ ശരി, ഇത് പറയാനാണ് വിളിച്ചത്. അങ്ങനെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം പ്രിയങ്ക ചോദിക്കണേ,
എന്തു പറ്റി? ചേച്ചിയെ പെണ്ണ് കാണാൻ ആരോ വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ മക്കത്തൊരു ഞെട്ടലുള്ള പോലെ തോന്നി. എന്താ? എനിക്കങ്ങനെയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ വരൻ വേഗം അവിടെ നിന്ന് പോയി കളയുവാണ്. ഈ സമയം പ്രിയങ്ക പറയണേ, ചേച്ചിയുടെ വിവാഹക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വരൻ ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. വിവാഹം മുടങ്ങിയെന്നറിഞ്ഞപ്പോൾ സന്തോഷമാകുകയും ചെയ്തു. ഇനി എൻ്റെ സംശയം ശരിയായിട്ട് വരുവാണോ? എൻ്റെ പെണ്ണെന്ന് വരും 100 വട്ടം പറയുന്നത് ചേച്ചിയെക്കുറിച്ചായിരിക്കുമോ? എന്താണെങ്കിലും അതുടനെ തന്നെ കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് ആലോചിച്ച് നിൽക്കുവാണ് പ്രിയങ്ക. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്